സ്വാതന്ത്ര്യ സജു, പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയോ കാര്യങ്ങൾ? ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ 5 മണിക്കൂറായി തുടങ്ങിയ സമരമാണ്. ഇപ്പോൾ ഓഡിയോ സംവിധാനങ്ങളുമായി കഴിഞ്ഞ അരമണിക്കൂറായി ഓക്കെ സ്വാന്തന, റോഷിപാൽ ഉണ്ട് നമുക്കൊപ്പം. റോഷിപാൽ, ഈ പ്രവർത്തകരെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം അടക്കം നേരിട്ടവരാണ്. ഇവരിൽ പലർക്കും ദേഹാസ്വാസ്ഥ്യമടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പോലീസുകാരി തറയിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പോലീസുകാർക്ക് പരിക്കുണ്ടോ? സുജയ, നേരത്തെയുള്ള സംഘർഷത്തിൽ പോലീസുകാർക്കും ആശാപ്രവർത്തകർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ ഓഡിയോ സംവിധാനം എടുത്തു പോകുന്ന ഘട്ടത്തിലാണ് ഈ സമരം വേറെ നിലയിലേക്ക് മാറിയത്. കാരണം നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴും അതൊക്കെ ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ സമരം തുടരുകയായിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറിലേക്ക് കടക്കുന്നു. കാരണം 11:30 തുടങ്ങിയ സമരമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. അവരൊക്കെ നനഞ്ഞു കുളിച്ചിരിക്കുകയാണ്. അത്രയും നേരം മഴ കൊണ്ട് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഒക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ബാരിക്കേഡിന്റെ അടുത്തേക്ക് അവർ തിരിച്ചെത്തിയിരിക്കുന്നു. നേരത്തെ റോഡിൽ പോലീസ് വാഹനം തടഞ്ഞ ആശാപ്രവർത്തകർക്ക് തിരിച്ച് ബാരിക്കേഡിന്റെ മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പല ഭാഗങ്ങളിലായി പോലീസുമായുള്ള സംഘർഷങ്ങൾ ഉണ്ട്. ഇപ്പോൾ വാഹനം കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം തടയുകയാണ്. ഈ വാഹനമാണ് നേരത്തെ ഇവിടെ അനൗൺസ്മെന്റിന് ഉൾപ്പെടെ ഉപയോഗിച്ച വാഹനമാണ്. അതിനു മുകളിലുള്ള ഓഡിയോ സംവിധാനങ്ങൾ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയെടുത്തു. ഇപ്പോൾ അതിന്റെ ജനറേറ്റർ കൂടി കസ്റ്റഡിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കസ്റ്റഡിയെടുക്കുന്നത് തടയാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ആ വാഹനം പോലീസ് വളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആശാപ്രവർത്തകർ അത് മറികടക്കാനും പോലീസിനെ തടഞ്ഞും പ്രതിഷേധം തുടരുകയാണ്. 5 മണിക്കൂർ പിന്നിടുകയാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശമാർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. പോലീസ് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്.